അപ്പോൾ ഗൈസ് നമ്മുടെ സ്പെഷ്യൽ എഗ് കറി കിഴങ്ങൊക്കെ ഇട്ട് നല്ല അടിപൊളി കറി കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പത്തിനോടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറി കേട്ടോ. ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എഗ്ഗിൻ്റെ ഒരു സ്പെഷ്യൽ കറി കേട്ടോ. കുറുമയാണോയെന്ന് ചോദിച്ചാൽ കുറുമയല്ല, പിന്നെ സ്റ്റൂ ആണോയെന്ന് ചോദിച്ചാൽ സ്റ്റൂ അല്ല. നല്ല അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ളൊരു വെറൈറ്റി കറി കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കില്ല കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബാ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് പൊട്ടാറ്റോ നല്ല പീസാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി ഫൈനായിട്ടുള്ള ചോപ്പിംഗ് ഇല്ല, നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒണിയൻ ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരു 3-4 പച്ചമുളക്, അത് നമുക്ക് എരിവ് എത്ര വേണമെന്ന്, കൂടുതൽ എരിവ് വേണമെന്നുള്ളെങ്കിൽ ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി സ്ലൈസ് ചെയ്തെടുക്കാവേ. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ച് കടായി വെക്കാം. അതേ സമയത്ത് ഞാൻ കിഴങ്ങ് ഓൾറെഡി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയും നമ്മൾ നല്ല ബോയിൽ ചെയ്ത് തോടെല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പട്ട, ലീവ്സ്, പിന്നെ ഏലക്ക, ഇത്ര സാധനങ്ങൾ നമുക്ക് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ഗോൾഡൻ കളറാകുന്ന രീതിയിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാവേ. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ആ പച്ചമുളക് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഉള്ളി പെട്ടെന്ന് നമുക്ക് സോട്ടായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം സോട്ടായിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല മതി കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മസാലയൊന്ന് ജസ്റ്റ് സ്ലോ ഫയറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ. ഒത്തിരി ഫയർ കൂട്ടി വെച്ച് മസാല കരിഞ്ഞു പോരുത് കേട്ടോ. കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ കിഴങ്ങിൽ നമ്മൾ ബോയിൽ ചെയ്യാനെടുത്ത് ആ വെള്ളവും കൂടെ കൂട്ടി കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ടും തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 2ാം പാൽ കേട്ടോ, ഞാൻ തേങ്ങാപ്പാൽ 2ാം പാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് നല്ല ഗ്രേവി ഒന്ന് സെറ്റായിക്കോട്ടെ. കിഴങ്ങും മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോട്ടെ. ഞാനൊന്ന് കുറച്ച് സമയം മൂടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എഗ്ഗ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. 3 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 3 എഗ്ഗ് ഞാൻ നടുവേ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള സ്ലൈസ് അല്ല, ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി സെറ്റായിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റേ ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കഴിച്ചു പോവേ. കുരുമുളക് പൊടി ലാസ്റ്റേ ഇടാവുള്ളൂ. ഒന്ന് ക്രഷ് ചെയ്ത് കുരുമുളകായിരിക്കണേ. നമുക്ക് ആ 1ാം പാൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളിയായിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയിലുള്ള അടിപൊളി ഗ്രേവി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. മുട്ട എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ ആ ഉണ്ണി ഉള്ളിലോട്ട് വരുന്ന കണക്ക് വെച്ച് കൊടുക്കണേ. നമ്മൾ 1ാം പാൽ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി സമയത്ത് തിളപ്പിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഫുൾ സ്ലോ ഫയറിലാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്നിങ്ങനെ കടായോടെ എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് കുറച്ച് താളിപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ഞാൻ കടായി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ചുവന്ന മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സ് നല്ല ഗോൾഡൻ കളറാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറിയുടെ മുകളിലോട്ട് ആ താളിപ്പോട് ഇട്ട് കൊടുത്ത്
നന്നായിട്ടൊന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വെറൈറ്റി കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പത്തിനും കല്ലപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റോട് നമുക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ കറി കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. നമുക്ക് തേങ്ങാപ്പാലൊക്കെ വെച്ച് ഒഴിച്ച് ഉണ്ടാക്കിയ കറി ആയതുകൊണ്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റോടുള്ളൊരു കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു കിട്ടില്ല റെസിപ്പിയുടെ അടുത്ത വീഡിയോ ആക്കാറുന്നവരെ മിസ് മീസാജി സൈനിങ് ഓഫ്. താങ്ക് യു.